കുറച്ച് ദിവസങ്ങളായി കേരളം ഞെട്ടലോടെ നോക്കി നിന്ന ഒരു അപകടമാണ് തെക്കൻ കുവൈറ്റിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന 6 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം. 49 പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. അതിൽ 24ഓളം പേർ മലയാളികളാണ്. നിരവധി കുടുംബങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് പാതി വഴിയിൽ നിലച്ചത്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനായി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ചു. എന്നാൽ ഇതിനിടയിലും രാഷ്ട്രീയ വാക്പോര് തീർക്കാൻ മറക്കാത്തവരുമുണ്ട്. മലയാളി വ്യവസായിയും NBTC എന്ന സ്ഥാപനത്തിന്റെ ഉടമയുമായ KG എബ്രഹാം വാടകയ്ക്കെടുത്തിരുന്ന കെട്ടിടത്തിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. 195 പേരായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. കമ്പനി ഉടമകളുടെ അത്യാഗ്രഹത്തിന്റെ ഫലമെന്നായിരുന്നു അപകടത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രി പറഞ്ഞത്. പരിധിക്ക് മുകളിൽ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്നുവെന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് 1 കോടിയിലധികം പേരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. പൂർണ്ണ സുരക്ഷയുള്ള രാജ്യമെന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ആളുകൾ വീടും നാടും വിട്ട് പഠനത്തിനും തൊഴിലിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്? സർവകലാശാലകളുടെ വേണ്ടത്ര സൗകര്യമില്ലായ്മ, പശ്ചാത്തല സൗകര്യത്തിന്റെ അഭാവം, യോഗ്യരായ അധ്യാപകരുടെ കുറവ്, കാലഹരണപ്പെട്ട പാഠ്യപദ്ധതിക്ക് വ്യാവസായിക മേഖലയുമായുള്ള ബന്ധത്തിന്റെ കുറവ്, തൊഴിലില്ലായ്മ എന്നിവ തന്നെയാണ് കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിതത്തിനും വേണ്ടി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിൽ അത്ഭുതമില്ല. ഇനിയെങ്കിലും ദുരന്തങ്ങളിൽ ഇരയാവുന്നവരുടെ ജീവന് വിലയിടുന്നതിനു പകരം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുകൂടി അധികാരികളുടെ ചുമതലയാണെന്നുള്ളത് ഓർക്കുന്നത് നല്ലതായിരിക്കും.